ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഹോട്ടൽ സ്റ്റൈലുള്ള ഒരു ഉള്ളി സാമ്പാറാണ്. വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് പരിപ്പെടുത്ത് വൃത്തി കഴുകിയതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം കുക്കറിൻ്റെ അടുപ്പെടുത്ത് അടച്ച് വെച്ച് വിസിലോട്ട് അടുപ്പിലേക്ക് വയ്ക്കുക. 4-5 വിസിൽ കേട്ടും പരിപ്പ് വെന്ത് റെഡിയായി. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം ഒരു 10-15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇടുക. രണ്ട് പച്ചമുളകും അതിലേക്ക് കീറി ഇടുക. രണ്ടും കൂടെ നന്നായിട്ട് വശക്കുക. അതിനുശേഷം 2 ടൊമാറ്റോ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇടുക. അത് നന്നായിട്ട് വശക്കുക. സാമ്പാറിന് ആവശ്യമായ പുളി വാളംപുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അത് കോരാനായിട്ട് വയ്ക്കുക. ഇതിലേക്ക് ഒരു കഷ്ണം കായം ഇതിലേക്ക് ഇടുക. അതിട്ട് ഇളക്കുക. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം പൊടികളിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം പുളി ഇതിലേക്ക് വൃത്തിയ കൈ കൊണ്ട് ഞവടിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് വൃത്തി ഇളക്കുക. കുറച്ച് ചൂടുവെള്ളവും കൂടെ കുക്കറിൽ ഒഴിച്ച് അത് കഴുകി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തീ കൂട്ടി വെച്ച് വൃത്തി തിളപ്പിക്കുക. അതിനുശേഷം ഉലുവാപ്പൊടി കുറച്ച് ഉലുവാപ്പൊടി അതിലേക്ക് ഇടുക. ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് പകർന്നൊഴിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ഇതിലേക്ക് ഇടുക. അത് വിട്ടുപോയി, വീഡിയോ എടുത്തപ്പോൾ അത് വിട്ടുപോയി. ഇതിലേക്കിട്ട് തീ ഓഫ് ചെയ്യുക. താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇടുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം മുളകും കറിവേപ്പിലയും ഇടുക. ഇട്ടതിന് ശേഷം അത് താളിച്ച് ഇതിലേക്ക് ഒഴിക്കുക.
സ്വാദിഷ്ടമായ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.